നാഗഭണത്തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമായി പൂതിരുയി സുസ്മിതേ നീ വന്നു. കാരണം കലാഭവൻ മണി, നാദിർഷ, ഷാജോൺ ഇവരൊക്കെ സജി പേടിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാധനം പറയും. സംഗീത മറ്റേ ഒരു ബബിൾക്കത്തിന്റെ സംഭവം ഭയങ്കര സംഭവം. അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നത് അപരാധമാണോ. നമ്മുടെ റാഫി സാറ് ജഡ്ജായിട്ട് വന്നിട്ടുണ്ട് കോമഡി സ്റ്റാറിൽ, ഏഷ്യാനെറ്റിൽ. സാറ് സജിയുടെ പെർഫോം കണ്ടിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് സജിയെ കുറിച്ച്. ഇപ്പൊ 70 വയസ്സല്ലേ ഉള്ളൂ, ഇനി സമയം കിടക്കുകയല്ലേ. മുഴിക്കുംപെട്ട, ചീരാന്തിപ്പെട്ട, കരിക്കുംപെട്ട, വേപ്പംപെട്ട, കാഞ്ഞിരപ്പെട്ട, വാഴപ്പെട്ട, മരിച്ചിരപ്പെട്ട, കുളിക്കട്ട, കട്ടയിട്ട, പെട്ടെന്ന് പെട്ടെന്ന് അരച്ച് തേച്ച് ചവച്ചരച്ച് കുറുക്കിയെടുത്ത നായ പിടിക്കുന്നത് നിന്നാണ് പ്രധാന മക്കളാണ് നായ പിടിക്കുന്നത്. നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. ഞാനും എൻ്റെ അമ്മയും കുഞ്ഞമ്മ എടുക്കുന്ന സാധനമല്ല. ഹലോ, ആ ഞാൻ പറഞ്ഞു വിളിക്കണം വെച്ചിട്ട് പോ. ഹലോ, ആ ശരി. ഞാൻ പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നതാണ്. അതൊക്കെ എനിക്ക് അറിയാം. എന്നെ ഒരു ഒട്ടത്തി പോലെ എന്നെ നോക്കണം. ഞാൻ താലി കിട്ടുന്ന നേരത്ത് ബിനോയ് അവിടെ ഇരുന്ന് ഞാൻ അവിടെ തന്നെ എന്റെ അമ്മ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പറയട്ടെ. 19 വർഷമായി കല്യാണം കഴിച്ചുകൂടി ആദ്യമായിട്ടാണ് ഇവളൊരു ഇന്റർവ്യൂവിന് മോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രെയിം ടു ഫ്രെയിമിലൂടെ സജിയുടെ ഫാമിലി മോനെ മാത്രം മിസ്സായി. എനിക്ക് വേറെ വലിയ ബാധ്യത ഒന്നുമില്ല. എന്നാലും ഞാൻ ടെൻഷൻ അടിക്കുകയില്ല. എന്നറിയാമോ, എൻ്റെ വീട്ടിൽ ഇസാബ്, മുത്തൂറ്റ്, ഡോറാബുജി, എല്ലാൻ്റെ മാമൻ്റെ ആൻറ്റി, കള്ളിക്കട്ടത്ത് കുഞ്ഞമ്മഴ, എല്ലാ പുല്ലും ഉണ്ട്. പക്ഷേ ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടായിരുന്നാലേ ജീവിതം ജോലിക്ക് പോകും. സജി, അടുത്ത ജന്മത്തിൽ സീനയെ തന്നെ നിനക്ക് ഭാര്യയായിട്ട് വേണോ? നീ ചിരിക്കാനല്ല, എടാ ഇതൊന്നും പിശകാരനാക്കണം. എന്തിനാണ് പിശകാരനായി കഴിഞ്ഞാൽ സമാധാനമുണ്ട്. അവൻ എവിടെ വേണം കിടക്കാം. അവൻ ആരും മറ്റൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇസാബില്ല, മുത്തൂറ്റില്ല, ഡോറാബുജിയുടെ ഒരു ലോണും ഇല്ല. നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫ്രെയിം ടു ഫ്രെയിമിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ആളാണ്. ഒരുപാട് കോമഡി പ്രോഗ്രാമിലൂടെയും സീരിയലുകളിലൂടെയും ശ്രദ്ധേയനായ സജി പേയാട്. മിമിക്രി ആർട്ടിസ്റ്റാണ്, നടനാണ്, ഗായകനാണ്, സർവോപരി നല്ലൊരു മനുഷ്യനാണ്. സജി പേയാടിനെയും കുടുംബത്തെയും നമുക്ക് ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഹാസ്യാത്മകമായി എന്ത് വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരും ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലും. അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന ഒരാളാണ് സജി പേയാട് എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ. അല്ലേ, വലിയ മനുഷ്യനല്ലേ? ശരീരം കൊണ്ട് ചെറിയ മനുഷ്യനാണെങ്കിലും വലിയ മനുഷ്യനാണ് സജി പേയാട്. അപ്പൊ സജി പേയാട് എന്ന് പറയുന്ന കലാകാരന്റെ വിശേഷങ്ങളാണ്. അതിന്റെ കൂടെ ഇന്നതാ സജി പേയാടിന്റെ ഒരേ ഒരു മകൾ. എടാ, മോളൊന്നല്ലേ ഉള്ളൂ. എന്തോടെ സജി, ഒരേ ഒരു മോളെന്ന് പറഞ്ഞാൽ 2 പെൺമക്കളുണ്ടെങ്കിലാണ് 2 പെൺമക്കൾ. അപ്പൊ ഒരേ ഒരു മോള്, ഒരേ ഒരു മോൻ. അപ്പൊ 2 കുട്ടികൾ. അനിയന്റെ പേരെന്താണ്? അഭിനവും ആദിത്യ. ഇത് സജി പേയാടിന്റെ ഒരേ ഒരു ഭാര്യ സീന. സീനയുടെ ഫുൾ ഒരേ ഒരു ഭാര്യ അല്ലേ എന്റെ അറിവിൽ. അപ്പൊ സജി പേയാടിന്റെ ഒരേ ഒരു ഭാര്യ സീന. സീനയുടെ യഥാർത്ഥ പേരെന്താണ്? രജനി. ഈ സജി പേയാടും ഞാനും എത്രയോ വർഷത്തിന് മുമ്പ്, എനിക്ക് തോന്നുന്നു 30 വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള ഞങ്ങൾ ഒരു തട്ടിൽ ഒരുമിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്ത്. അസാധ്യ സിംഗറാണ്, അതുപോലെ ഫിഗർ ആർട്ടിസ്റ്റ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ ജഗദീഷിന്റെയും വിജയുടെ ഫിഗറാണ് നീയാണ് ആദ്യമായിട്ട് ജഗദീഷിന്റെ ഡിറ്റോ വിജയ് പക്കയായി. സജി പേയാട് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്ത് വരുമ്പോ എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായി. സജി അന്നും ഇന്നും ജരാനരകൾ ബാധിക്കാത്ത ഒരാളാണ്. എന്തറിയോ, നര ബാധിച്ച കാര്യം അല്ല ഞാൻ പറയാം. ഡൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖം ഉണ്ടല്ലോ, നമ്മുടെ ചർമ്മ, സ്കിന്ന്, മുഖം, ഇതെല്ലാം പ്രായം ബാധിക്കും. ഇപ്പൊ സജിയുടെ കൂടെ പ്രോഗ്രാം ചെയ്ത അന്നത്തെ പല ചെറുപ്പക്കാരും ഇന്ന് വയസ്സായി. സജി ഇപ്പോഴും നിത്യഹരിത മിമിക്രി ആർട്ടിസ്റ്റ് സജി പേയാടാണ് അല്ലേ?
സജി പിന്നെ നമുക്ക് സജിയുടെ ബാല്യകാലത്ത് തുടങ്ങാം. ബാല്യകാലം ഭയങ്കര സ്ട്രഗിൾ ചെയ്ത ലൈഫാണെന്നൊക്കെ സജി എൻ്റെ അടുത്ത് പറയുന്നത്. എത്ര പേരാണ് കുടുംബത്തില്? ഞാൻ മൂത്തത്, രണ്ടാമത്തെ അനിയത്തി, മൂന്നത്തെ അനിയത്തി, ഞങ്ങൾ 3 പേര്. അച്ഛൻ, അമ്മ? അച്ഛൻ ജോത്സ്യൻ മരിച്ചു, അമ്മ ഇപ്പോൾ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് പേട് ചെറുകുടുന്ന സ്ഥലത്താണ്. വളരെ പട്ടിണിയും ദാരിദ്ര്യവും ഒരുപാട് പേരാണ് പറഞ്ഞ ഒരുപാട് പറയുന്നത്. കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ സജി? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു കലാകാരനാവുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് പാട്ട് പാടാനുള്ള ഭയങ്കര പാട്ടുകാരനാവണമെന്ന് എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ പാട്ട് പാടും നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു അളിയനുണ്ട് പവിത്രൻ, പത്തനംതിട്ട സ്റ്റാർ. അപ്പോൾ അവരൊക്കെ എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ അന്ന് നീ അങ്ങനെ പാടാ ഇങ്ങനെ പാടാന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് വഴി വെട്ടിയത് വരെത്തിയാണ്. ഈ പറഞ്ഞ ഒരു കാര്യം ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം അന്നത്തെ നമ്മളൊക്കെ ഈ കലാരംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സംഘടനകളോ അത് വളരെ വിരളമാണ്. അപ്പോൾ സജിയെ പോലുള്ള ഒരാള് ഈ ഓൺലൈൻ മീഡിയയും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സജി അന്നൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പക്ക പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ്. സജിയുടെ കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാം, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അതായത് എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഫീമെയിൽ വോയിസിൽ സജി മനോഹരമായിട്ട് പാട്ട് പാടുമായിരുന്നു. ആൾക്കാർ ഞെട്ടിപ്പോയിട്ടുണ്ട്. പലരും വന്ന് പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ ബാക്കിൽ ഏതോ ഒരു പെൺകുട്ടി എഴുതിയിട്ട് പാടിച്ചതല്ലേ, അത്ര നല്ല ഫീമെയിൽ വോയിസിൽ. കാരണം സജിയുടെ കൂടെ മെയിൽ വോയിസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അസാധ്യമായിട്ട് സജി അന്ന് ഞാൻ എനിക്ക് നല്ല ഓർമ്മ. അന്ന് ഞാൻ ഒരു പാട്ട് പാടി, കുളിക്കുവാൻ ഒരിക്കൽ വന്നയാളെ. അതൊക്കെ ജനങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച പാട്ടുകളായിരുന്നു. കാലഘട്ടത്തിൽ അതിശയമില്ലേ? പക്ഷേ നമ്മൾ തിരുവനന്തപുരം ഡ്രീംസ് എന്ന സമയത്ത് കളിക്കുമ്പോഴത്തേക്കും അന്ന് ലൈറ്റ് മറ്റേ അൾട്രാ വയലറ്റ് ട്യൂബ് ഒന്നുണ്ട്. ആ ട്യൂബ് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് വേറെ ഒന്നുമില്ല. എന്നിട്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് ഒരു സംഭവം കാണിക്കും. അന്ന് ഞാൻ ഒരു യക്ഷി ഒരുപാട് ചിറകുള്ള ഒരു ഭീകരജീവി. അത് ഈ സ്റ്റാലിനകത്ത് ഇങ്ങനെ ഓടി നടക്കണം. പക്ഷേ ജനങ്ങൾ കണ്ട് അന്തമുണ്ട്. പക്ഷെ എന്റെ പിന്നാമ്പുറത്ത് ഏറ്റവും എഫേർട്ട് എടുത്തത് സാബു സർഗമാണ്. കാരണം എന്റെ കയ്യിലാണ് ഞാൻ സജി നിൽക്കുന്നത്. ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് ദീപാരാധനയ്ക്ക് വിളക്ക് വെച്ച് ഇങ്ങനെ ആകുമ്പോഴാണ് സജി ഞാൻ സ്റ്റേജിൽ മുഴുവൻ കൊണ്ടുപോയി. ആൾക്കാരെ വിചാരിക്കുന്നത് സജി എയറിൽ ഇങ്ങനെ നിന്ന് കറങ്ങുകയാണ്. പക്ഷെ കറുത്ത ഡ്രസ് ഇട്ട് ഞാൻ ആ സ്റ്റേജിൽ അതൊക്കെ ഭയങ്കര കാലഘട്ടമല്ലേ ഒരിക്കൽ നമ്മൾ വളർന്നു അന്നത്തെ കാലത്ത് ഒരിക്കലും. കാരണം ടെക്നിക്കലി ഇത്രയും ഡെവലപ്പ് അല്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് വീഡിയോ കോളുണ്ട്, എന്ത് കാണിക്കണമെങ്കിലും വീഡിയോ കോളിൽ കാണിക്കാം. പ്രൊജക്ടറുകളുണ്ട്, അതിനൂതനമായ പ്രൊജക്ട്. നമ്മൾ മാനുവലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നതാണ് അത് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, സജീവ ഒരു പാട്ട്, ഒരു ചെറിയ പാട്ട്. അല്ല, അമ്മയുടെ കൂടെ ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഒരു സംഭവം ഉണ്ട്. ഞാനും എന്റെ അമ്മയും കൂടെ അതേത് പാട്ടായിരുന്നു? അപ്പൊ ഒരു പാട്ട് പാടിയാണ്. ഈ സീനയുടെ പേര് വേറെ പേരാണെന്ന് ഞാൻ എന്താണ് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയും വർഷം സജീവമായിട്ട് വണ്ടിയിൽ പ്രോഗ്രാമിന് പോകുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ഇപ്പൊ വെറുതെ റോഡിൽ വെച്ച് നമ്മൾ കാണുകയാണ്. ഇപ്പൊ പോട്ടെ, തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിനിൽ ഇറങ്ങി ഞാൻ സജീവം റോഡിൽ വെച്ച് കാണുന്നു. 5 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ 50 പ്രാവശ്യം സീന എന്ന് പറയും. സീനെ കാണുന്നതിന് മുമ്പ് തന്നെ സീനയെ കുറിച്ചൊരു ഏകദേശം സീന പറഞ്ഞ അങ്ങനെ, അപ്പൊ സീനയോട് പറഞ്ഞു ഇങ്ങനെ. അതിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ അടിച്ച് ആ സീനെ പിന്നെ പലരും ഈ സംസാരത്തിന്റെ ഇടയിൽ അങ്ങനെ ഭാര്യമാരെ കുറിച്ച് അത്യാവശ്യം പറയും. പക്ഷെ സജി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് 5 മിനിറ്റ് സംസാരിച്ച 50 പ്രാവശ്യം പറയുന്ന ഒരു പേരാണ് സീന അല്ലേ? മോളുടെ പേര് അതിന്റെ ഭയങ്കര സ്നേഹമാണല്ലേ? ഓക്കെ, അത് സജി ഒരു പാട്ട്. അല്ലല്ല, ലിറിക്സ് ഒക്കെ തെറ്റിപ്പോയല്ലോ, കുഴപ്പമില്ല. കരയോലും പൂടവ ചുറ്റേ കുളിർ ചന്ദനത്തോടൂറിച്ചാർത്തേ നഗഭണത്തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമായി പൂതിരുയേ സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു പുളിയിലക്കരയോലും പൂടവ ചുറ്റേ കുളിർ
ചന്ദനത്തോടുറിച്ചാർത്തി പാടുന്നുണ്ടല്ലോ പോയി. സാധ്യ പാട്ടാണ്. പിന്നെ ഈ പാട്ട് എൻ്റെ ഗുരുനാഥനായ സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന മഹാനായ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജാതകം എന്ന് പറയുന്ന പടത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ സോമശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹം സംഗീതം ചെയ്ത പാട്ടാണ്. വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. യേശുദാസ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു 50 പാട്ടെടുക്കാൻ പറഞ്ഞാൽ അതിനകത്ത് ഒരു പാട്ട് തരും. അതിന്റെ പ്രത്യേക ഋതുവാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പാടും കേട്ടോ സാബു സാർ. എനിക്ക് വേണ്ടി ഒരു 4 പാടത്ത് എന്റെ പാട്ട് കേട്ട് സത്യം പറഞ്ഞ പ്രേക്ഷക സ്ഥിരം ഞാൻ ആരുടെ എന്റെ വൈഫ് മോൾ കേട്ടിട്ടുണ്ട്. അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നത് അപരാധമാണോ, ഇരുളിൽ വിളങ്ങുന്ന പൂവേ നീ വിടരുന്നത് അപരാധമാണോ, എന്നന്തരംഗമാ ഏകാന്ത വീതിയിൽ ഏകാകിയായി ഞാൻ പാടാൻ വരുമ്പോഴും വിധി എന്തിനാണോ വിലപേശുവാന വെറുതെ നിറം മാറി വന്നു, മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ. സജിയ ഈ കുറെ വൺമാൻ ഷോ ചെയ്യുന്ന കുറെ സംഭവങ്ങൾ എന്റെ മനസ്സിൽ ബബിൾക്കം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ ഓർമ്മയില്ല, ബബിൾക്കം ഓർമ്മയില്ല. പക്ഷെ നീ മുഖം കൊണ്ട് കാണിക്കുന്നത്, ഈ കൈ കൊണ്ട് കാണിക്കുന്ന സാധനമാണല്ലോ, അത് ഭയങ്കര ഹിറ്റാണ്. കാരണം കലാഭവൻ മണി, നാദിർ ഷാ, ഷാജോൺ ഇവരൊക്കെ സജീവ് പേടിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാധനം പറയും. സജീദ് മറ്റേ ഒരു ബബിൾക്കത്തിന്റെ സംഭവം ഭയങ്കര സംഭവമാണ്. അതുപോലെ സജിയെ കുറിച്ച് നമ്മുടെ റാഫി സാറ് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കോമഡി സ്റ്റാറിൽ, ഏഷ്യാനെറ്റിൽ. സാറ് സജിയുടെ പെർഫോം കണ്ടിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് സജിയെ കുറിച്ച്. വിളിക്കും, അതിനൊരു സമയമുണ്ട് സജി. ഞാൻ പറയില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ കലാഭവൻ മണി എന്ന് പറയും, ആ മനുഷ്യൻ ഇത്രയും വലിയൊരു കലാകാരനായിരുന്നു അല്ലേ. പക്ഷെ അദ്ദേഹം എപ്പോഴാണ് മെയിൻ സ്ട്രീമിലോട്ട് വന്ന, സിനിമയിലോട്ട് അല്ലെങ്കിൽ നാടൻ പാട്ടിലൊക്കെ നമ്മളറിയാം. മണി എത്രയോ നാള് മുമ്പ് പാടി കലാഭവൻ മണി. പക്ഷെ മണിച്ചേട്ടൻ്റെ പാട്ട് നമ്മൾ കേട്ടത് അദ്ദേഹം ഒരു നടനായതിനു ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് സജിയുടെ പാട്ടും അഭിനയവും ഒക്കെ ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. സജിക്കൊരു ടൈമുണ്ട്. പിന്നെ 500 എന്ന് പറയുന്ന അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് ഹിറ്റാണ് ആ പടത്തില് കടക്കടോ പുറത്തെന്ന് പറയുന്ന ആ മുറുക്കാനും ചോദിച്ച്. അതുപോലെ എത്രയോ ആൾക്കാർ കുറെ കാലം കഴിയും. ഇപ്പൊ 70 വയസ്സല്ലേ ഉള്ളൂ, ഇനി സമയം കിടക്കില്ലേ. വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അതല്ല ഉരുളണ്ട, ഞാൻ ചോദിക്കുന്നില്ല വയസ്സ്. 15 വയസ്സായെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ അത് എടുത്തിട്ട് ഞാൻ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പറയൂല സജീവൻ 40 വയസ്സെന്ന് പറയും. മോൾ എന്തിനു പഠിക്കുന്നു ഇപ്പൊ? പ്ലസ് ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡിഗ്രി. നല്ല മാർക്ക് പഠിക്കുവോ? കലാകാരിയാണോ സജിയെ പോലെ? നല്ല ഡാൻസ് കളിക്കും. ഞാൻ ഒന്നിനും വിട്ടിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു മൈനസ്. ടൈം കിട്ടിയിട്ട് ഞാൻ മുതിർന്നുമില്ല. എൻ്റെ 2 മക്കളും നന്നായിട്ട് പാടാൻ ചെയ്യും. നല്ല കലാകാരനാണ്. എൻ്റെ മോൻ നല്ല പടം വരയ്ക്കും. അവന്റെ പടം നീ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മോൻ വരച്ച പെൻസിൽ സ്കെച്ചും നീ വാട്സപ്പിലൊക്കെ എനിക്ക് അയച്ചു തന്നു. അതുപോലെ മോൻ നന്നായിട്ട് പാടാൻ ചെയ്യും. ഒരു 2 പേര് പാടും. അതെ, ഉള്ളത് പോലെ ഞങ്ങൾ 2 പേരും പാടി ധൈര്യമായിട്ട്. എന്നിട്ട് വേണം എനിക്ക് ചെറിയൊരു കോമഡി അവതരിപ്പിക്കും. ാദ്യമായി വരികൾ മായേ വിരികളിൽ 1000 മഴകൾ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുമ്പോഴും അവളുമായും. അസാധ്യമായിട്ട് പാടുന്നു.
അതുപോലെ അവള് വൈഫ് പാടും, നന്നായിട്ട് പാടും. മലർക്കൊടി പോലെ പാടുന്നത് ചെയ്യുന്നത്. അതെയാ ഭാര്യ ഭർത്താവ് കൂടെ നീ തുടങ്ങുമ്പോ പാടും. ശരി, ഓക്കെ, ടേക്ക്. മലർക്കൊടി പോലെ കൊടി പൂറൊക്കെ പാട്. മയങ്ങൂ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ശരി, എന്റെ ഒരു പഴയൊരു കോമഡി ഞാൻ അളിയ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഈ റോഡ് തൈലം കച്ചവടം. തൈലം കച്ചവടം കേട്ടിട്ടില്ല? പിന്നെ ഗംഭീര റോഡ് വെക്കിൽ ഈ തൈലം കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടല്ല. ചൂടോ ആവിയെ പിടിക്കേണ്ട നല്ലപോലെ തേച്ച് പിടിക്കുക മാത്രം കുഴപ്പമില്ല. ഇത് കൊട്ടൻ ചുക്കായി തരാം. അതിന്റെ സ്പീഡ് ശ്വാസം വിടാതെ ഞാൻ ഇടയ്ക്ക് വിടും. ഞാൻ സാമ്പിൾ സൗജന്യം കൈ നിട്ടണം കേട്ടോ. റോഡ് വെക്കൽ തൈലം കച്ചവടം. പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, മുരിക്കുംപെട്ട, ചീരാതിപ്പെട്ട, കരിക്കുംപെട്ട, വേപ്പപ്പെട്ട, കാഞ്ഞിരപ്പെട്ട, വാഴപ്പെട്ട, മരിച്ചിൽപ്പെട്ട, കുളിക്കട്ട, കട്ടയിട്ട, പെട്ടെന്ന് അരച്ച് തേച്ച് ചവച്ചരച്ച് കുറുക്കിയെടുത്ത് നായ പിടിക്കുന്ന നിന്നാണ് പിള്ളേർ മക്കളാണ് നായ പിടിക്കുന്നത്. നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. കുഴപ്പമില്ല. ഞാനും എൻ്റെ അമ്മയും കുഞ്ഞമ്മ എടുക്കുന്ന സാധനമല്ല. കമ്പനി കസാണ് വെറും പൊട്ടിച്ചിട്ട് 3 രൂപ പണിച്ചിട്ട് താമസിക്കും. ഞാൻ പല്ലുള്ളി കാണിക്കുന്നത് തേങ്ങാപ്പുറത്തുണ്ട്, കാക്കത്തുണ്ട്. എൻ്റെ അമ്മയുടെ പിള്ളേർ മക്കളാണ് തന്നെ. അതുപോലെ നിൽക്കേണ്ട കിടക്കേണ്ട ഇരിക്കേണ്ട മുക്കണ്ട എന്തുണ്ടെങ്കിൽ ഒത്തരച്ച് ചവച്ചരച്ച് കുറുക്കിയെടുത്ത് നായ പിടിക്കുന്ന കുരു കൂട്ടക്കുരു പലവളിയുടെ തെണ്ടവാക്കിയിരിക്കും നീക്കിയപ്പോൾ കട്ടക്കിയിരിക്കും. എന്നീ പറ്റിയ തൈരമണി തൈര് ഏതാണ് കൊട്ടൻ ചുകായി തല. അതുപോലെ തന്നെ ഇത് കാലുവേന കാലുമുട്ടുവന, കൈവേന കൈമുട്ടുവന, കണ്ണുവേന കണ്ണുമുട്ടന, മൂക്കുവേന മൂക്കുട്ടന, വാവിന വാപ്പുട്ടന, ചെറുവേന ചെറുമുട്ടന, പല്ലുവേന പല്ലുമുട്ടന, നെറ്റുവേന നെറ്റുവേന, പെരുമേന കണ്ണിന്റെ കൃഷ്ണമണി മുട്ടുവേന എന്നീ മുട്ടുവേന വേറെ ഏറ്റുമത്ത തലമണത്തിൽ. ഇത് ഞാനും എൻ്റെ അമ്മയോ എൻ്റെ കല്യാണം കുഞ്ചമ്മ ഉണ്ടാക്കുന്ന സാധാരണ അമ്മേനെ തന്നെ കമ്പനി സുവർണമായിരുന്ന അച്ഛനും തന്നെ. ഓ എന്ത് വിശ്വാസമുണ്ട് തന്നെ. ഓ അല്ല സജി, ഇതൊക്കെ കറക്റ്റ് ആയിട്ടേ ഞാൻ പറയില്ലേ, സജിയെ ചെറുതിലെ പഠിപ്പിക്കാനോ ഇതിനൊരു കൃത്യമായൊരു കോച്ചിങ് തരാനോ ഒന്നും ആരുമില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പല മിമിക്രി ആർട്ടിസ്റ്റുകളില്ലേ ഇപ്പൊ ഇൻഡോൺ, അതായത് ഈ മറ്റേ ബ്രോയിലർ കോഴിയുടെ കാര്യം പറഞ്ഞ കണക്ക് വിരിച്ചിറക്കുന്നത് പോലെ ഇഷ്ടം പോലെ മിമിക്രി ആർട്ടിസ്റ്റ് ഇപ്പൊ ഉണ്ട്. പാട്ടുകാരെ പോലെ. പണ്ട് അത്രയും പാട്ടുകാരും ഇല്ല, മിമിക്രി ആർട്ടിസ്റ്റും ഇല്ല. ഇപ്പൊ അങ്ങോട്ട് വഴിയിൽ നടന്നു പോകുമ്പോ തട്ടുന്നത് അവനെ പേരുത് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, മനസ്സിലായില്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഒരു ബ്രീത്ത് പോലും ഇല്ലാതെ അത്രയും കറക്റ്റ് ആയിട്ടൊക്കെ പറയണമെങ്കിലേ കൃത്യമായിട്ടുള്ള ഒരു കലാകാരനായിരിക്കണം. അതുപോലെ എൻ്റെ ഒരു പ്രത്യേകതല്ല, ഞാൻ എൻ്റെ സ്വന്തം സാധനമാണ് ഞാൻ. ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഒരു അതിഥി ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനെ അളിയാന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെന്തോ ഒരു ഇന്റർവ്യൂ എടുക്കാമെന്ന് 32-33 വർഷമായിട്ട് വിളിച്ച് ശീലിച്ചത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അല്ല ഞാൻ ഒരുപാട് കോമഡികൾ ഞാൻ കളിക്കാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്ന സാധനമാണ്. ഞാൻ അതിലൊരു സാധനമാണ്. അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ സ്വന്തം തന്നെ അവകാശം. ഈ ഫോൺ വരുമ്പം ഫോൺ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ സജി, ഇപ്പൊ പറഞ്ഞില്ലേ ആ ഒരു ഫോണിന്റെ പുതിയ എന്തോ ഒരു കണ്ടുപിടുത്തമുണ്ട്, ഒരു കോമഡി സംഭവമുണ്ട്, സജി കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അത് നമുക്ക് കാണാം. അത് സജി ആണ് ഹിറ്റ് ചെയ്തത്. പല ചാനലുകളിലും അത് സജിയുടെ സിഗ്നേച്ചർ. പുതിയൊരു സംഭവം കണ്ടുപിടിച്ചത് ഇവിടെ കാണിക്കും. പുതിയൊരു സംഭവം ഫോൺ വരുമ്പോൾ കോൾ എടുക്കുന്നത്. പഴയ ഫോൺ വരുമ്പോൾ കോൾ എടുക്കുന്നത്. ഞാൻ കൊണ്ടാണ് ഇത്ര മീശ ഇരിക്കുകയാണ്. ഇപ്പൊ ഓരിൽ കിടക്കണം. അവന് തട്ടണമല്ലേ നീ പറഞ്ഞ മതി. കൈ വേണോ കാല് വേണോ കണ്ണു വേണോ ഏത് വേണം ചൂട് നിൽക്കും. ഞാൻ എന്നെ പറ്റി ശരിക്കും നിനക്ക് അറിഞ്ഞിട്ട് മനസ്സിലാ. എടാ ഞാൻ എപ്പോഴും വാപ്പളിച്ച് വളാട്ടാങ്കരയാണ്. നിനക്ക് അറിഞ്ഞിട്ട് അതിനെ പറ്റി. ഒരു മിനിറ്റ് പ്ലീസ്. വീട്ടിൽ നിന്ന് വൈഫ് ഞാൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ വിളിക്കില്ല. ഒരു മിനിറ്റ്. ഹലോ, ആ ഞാൻ പറഞ്ഞു വിളിക്കണം വെച്ചിട്ട് പോ. എന്തെന്ന് പേര്? ടങ് ടച്ച്. ഞാൻ ഓർഡറാക്കിയ സാധനം. അതിപ്പോ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സാധനം. ഇത് ഹെഡ്സെറ്റ്. കോള് വരുന്നു. ഒരു മിനിറ്റ് വീട്ടിൽ വൈഫേ. ഹലോ, ആ ശരിടാ ശരി, ഞാൻ പിന്നെ വിളിക്കോ. ശരി. ചെവി അടിച്ചു. ആരെങ്കിലും കാണിക്കും. ശരിക്കും ഈ സാധനം ഹിറ്റാണ്. മനസ്സിലായില്ലേ? അല്ല സജി, ഇതിപ്പോ വേറൊരാള് കാണിച്ച, അതായത് ജഗതി ശ്രീകുമാർ അദ്ദേഹം കാണിക്കുന്ന പല സാധനങ്ങളും അദ്ദേഹം കാണിച്ചാലേ ചിരിക്കുള്ളൂ, വേറെ ആരും കാണിച്ച് ചിരിക്കില്ല. അതുപോലെയാണ് സജി കാണിക്കുന്ന ചില സാധനങ്ങളെ സജി കാണിച്ചാലേ ചിരിക്കുള്ളൂ. കറക്റ്റാ. എന്ന് പറഞ്ഞാല് എത്രയോ ഇപ്പോഴും സജി എന്നെ സജിയുടെ പ്രായം 51 വയസ്സായി. ഈ മിമിക്രി എന്ന് പറയുമ്പോഴേ പലരും ആ യുവത്വം കഴിയുമ്പോൾ അവരങ്ങ് നിർത്തും, വേറെ എങ്കിലും ജോലിക്കും. സജി പറഞ്ഞ പോലെ
ഇത്രയും അത് വലിയൊരു കാര്യമാണ്. ഇനി അത് ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലോട്ട് സജി ഒരുപാട് പ്രശസ്തരായ ആൾക്കാരുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൊച്ചിൻ ഗിന്നസിൽ കളിക്കുമ്പോൾ ഷാജോൻ, കൊല്ലം സുധി, പ്രകാശ് പേട്ട, നമ്മളെ ഉണ്ണീസ് നായർ, മുഹമ്മദ് പ്രസാദ്, മനോജ് നമ്മളെ ഗിന്നസ്, അതെ അതെ ഗിന്നസ് മനോജ്, അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ പ്രോഗ്രാം. തിരുമല ചന്ദ്രൻ, സുരാജ്, ഇത്രയും പ്രഗത്ഭനായ പേര് പറഞ്ഞിട്ട് ഒരു പ്രഗത്ഭനായ ആളുടെ പേര് കിട്ടുപോയി. സാബു സർക്കാർ, നമ്മൾ പറഞ്ഞല്ലോ, ജഗദീഷ് പ്രസാദ്, ഇഷ്ടംപോലെ ഉണ്ടല്ലോ, മാവേലിക്കർ ഷാജി അണ്ണൻ അല്ലേ. നമ്മളൊക്കെ ഒരുമിച്ച് മാവേലിക്കർ ഷാജി, പിന്നെ സാബു സർക്കാർ, നമ്മളെല്ലാം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ ഇങ്ങനെ നോക്കണ്ട. ഒരു സിനിമ ഡയറക്ടറും കൂടിയാണ്. ഈ സജി ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മള് ഇപ്പോഴുള്ള പല ആർട്ടിസ്റ്റുകളുമേ ഇപ്പൊ നമ്മള് റൂമുണ്ട് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവരെ പറ്റില്ല. എനിക്ക് AC റൂം വേണോ, അതാണ് മറ്റോ. നമ്മളെ പാവരിച്ച് പലപ്പോഴും ഒരു റൂം എടുത്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒരു റൂം എടുത്തിട്ട് ഒരു പായൊക്കെ വിരിച്ച് തലയാണ പോലും കാണില്ല അല്ലേ. അത് പോയിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കരപ്പെട്ട ഭാഗ്യവാനാണ് സാബു സർക്കാർ. എന്താണെന്ന് അറിയാമോ, നമ്മളെ പാട്ട് പാടുന്ന SP ബാലസുബ്രഹ്മണ്യം സാറിന്റെ കൂടെ അടുത്തിരുന്ന് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹവും ഞാനും പിന്നെ ഒരു ദുബായിലുള്ള ഒരു അദ്ദേഹം കൂടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത്. ഈ SPBയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ പറയലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 1 കിലോമീറ്ററിന്റെ അപ്പുറത്ത് നിന്ന് മണ്ണ് വാരിയിട്ട തറ വീഴാത്ത ജനസാഗരത്തിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വളരെ സാധാരണക്കാരനായി ഒരു മുണ്ടു കൊടുത്ത് ഒരു വലിയ ടീഷർട്ടും ഒക്കെ ഇട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ 3 പേരും അകത്തോട്ട് കയറി ചെല്ലുന്നു. പുള്ളിയുടെ വൈഫ് ഒരു ആട്ടുകട്ടില് മുട്ടിന് വയ്യ, അപ്പം എന്തോ തൈലം ഇട്ട് ഇങ്ങനെ മുട്ടിൽ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു ഇരിക്കുക 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് 3 ഫിൽറ്റർ കോഫി പുള്ളി ഇട്ടുകൊണ്ട് ഈ പെണ്ണ് കാണാൻ വരൂലേ അതുപോലെ കൊണ്ടുവന്നു. അപ്പം ഞാനിങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്. ഇത് എന്ത് അത്ഭുതമാണോ സ്വപ്നമാണോ എന്ന് വെച്ചാൽ നമ്മൾ ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിച്ച SP ബാലസുബ്രഹ്മണ്യം നമുക്ക് കോഫി ഇട്ടുകൊണ്ട് വരുന്നു. ഉറപ്പായിട്ടും ദൈവം തന്നെയാണ് ആ മനുഷ്യൻ. കാരണം ഡൗൺ ടു എർത്ത് ആണ്. ഭൂമിയേക്കാൾ താഴെ എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏതാണ് ഡൗൺ ടു എർത്ത്? സീരിയലുകളിലൊക്കെ എത്ര സീരിയൽ അഭിനയിച്ചു? ഒരുപാട് സീരിയലുകൾ അഭിനയിച്ചു. അതിനകത്ത് അത് മെയിനായിട്ട് പിന്നെ ഇത്ര വർഷം ചെയ്താണ് സൂര്യ TV-യിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ആനന്ദരാഗം. അതില് ഉഗ്രം ക്യാരക്ടർ സാബു സർക്കാർ നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ചു, ഡോക്ടർ കുൽക്കർണി. അതുപോലെ പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഇപ്പം ഞാൻ ചെയ്യണ സീരിയല് സി കേരളത്തില് വല്യേട്ടൻ, അത് തീരുന്നതിനുണ്ട് നല്ല ക്യാരക്ടറാണ്. അല്ല സജി ഒരു സാധാരണ സിനിമാ താരം മഹേഷ് ഏട്ടന്റെ കാര്യസ്ഥനായി സാധാരണ സീരിയൽ ആക്ടേഴ്സിന്റെ ഒരു രൂപമുണ്ടല്ലോ, അവരുടെ സ്റ്റൈലും ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സജി വളരെ ലൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു പിടുത്ത മസിൽ പിടുത്തമോ അങ്ങനെ ഒരു സംഭവമല്ല സജി. അതിനകത്ത് ആ താക്കോൽ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വന്നിറങ്ങുമ്പോൾ എന്തോ നല്ല സാധനമായിരുന്നു. അല്ലെങ്കിൽ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറയാം, നമ്മളെ ഉള്ളംകാലിലെ മുള്ളു കൊള്ളുന്ന ഫേസിൽ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അമ്മ ആണല്ല ഇതുപോലും ചെയ്യാൻ അറിഞ്ഞെടുത്ത് അമ്മാക്കുന്ന ഡേറ്റിലടാ വിളിക്കുമ്പോ പ്ലീസ് പെണ്ണ് കളി അമേരിക്കയിൽ. അതുകൊണ്ട് നല്ല കലാകാരന്മാർക്ക് അവസരങ്ങൾ വരും. അല്ല ഞാൻ പറയട്ടെ, അവസരങ്ങൾ വരും. അതായത് ഈ പറയും പോലെ ഈ സത്യത്തിന്റെ കാര്യം പറയില്ല, സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ അത്രയും സത്യമാണ്. നല്ല കാമ്പുള്ള ഒരു കലാകാരന്റെ സ്കില്ല് ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റൂല. അത് മൂടി തുറന്ന് വെളിയിലോട്ട് വരും. നല്ല സത്യ അഭിനേതാവാണ്, കോമഡി എല്ലാം. ഞാൻ നിന്റെ ഇന്റർവ്യൂ എടുക്കാനാണ്. നീ എന്നെ പറയുമ്പോൾ എനിക്ക് നിന്നെ പറയാം. ഇനി സീനയുടെ വിശേഷങ്ങൾ പറയാം. സീന എങ്ങനെയാണ് ഈ ഒരു നടനും മിമിക്രി ആർട്ടിസ്റ്റും? സജി, ഈ കല്യാണം എന്ന് പറഞ്ഞത് നിങ്ങൾ ലവ് മാരേജ് ആണോ? പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് സജിയുടെ വർത്താനം കേട്ടില്ല നീ സീനയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ കല്യാണം കഴിച്ചപ്പോ 19 വർഷം പോകും. ഞാൻ പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ നടന്നതാണ്. അതൊക്കെ എനിക്ക് അറിയാം. എന്നെ ഒരു ഒട്ടത്തി പോലെ എന്നെ നോക്കണം എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ
കല്യാണം കഴിഞ്ഞ് 19 വർഷമായി. പെണ്ണ് കണ്ടാണ് കല്യാണം കഴിഞ്ഞത്? ആലോചന അങ്ങനെയാണ്? പെണ്ണ് കാണാൻ പോയിരുന്നു? പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ട് അത് എങ്ങനെയാ? പെണ്ണ് അത് ഈ ഇത്രയും 19 വർഷത്തിന് മുമ്പ് നടന്ന സംഭവം എങ്കിലും ഓർമ്മയിൽ ആ പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയാണ്? സീന ചായ കൊണ്ട് വന്നതൊക്കെ ഓർമ്മയുണ്ട്? ചായ കൊണ്ടുവന്നില്ലേ? ചായ കൊണ്ടുവന്ന് ചായ കുടിച്ച് അത് ഇവിടെ കണ്ട്. അന്ന് എനിക്ക് 34 നിനക്ക് നാണം ഉണ്ടായിരുന്നു? എനിക്ക് അല്ല, പെണ്ണിന്റെ മുഖത്ത് വെക്കാൻ അങ്ങനെയൊന്നുമില്ല. ഇല്ല. നിങ്ങളെ സംസാരിച്ചോ? എന്റെ വീഡിയോ ആൽബം കാണണം. അതറിയാമോ? ഞാൻ താലി കിട്ടുന്ന നേരത്ത് ബിനോയ് അവിടെ ഇരുന്ന് ഞാൻ അവിടെ എന്റെ അമ്മ ഞാൻ കോമഡിയാണ്. അപ്പൊ ബിനോയ് അവിടെ ഇരുന്നിട്ട് എന്റെ മുഖത്ത് ഇതാണ് അവന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ അവിടെ വീഡിയോ കണ്ടത് 3 പ്രാവശ്യം അങ്ങനെ കേട്ടു. അത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വീട്ടില് വളരെ സീരിയസ് ആയ അച്ഛനാണോ ഭർത്താവാണോ എന്താണ് സജി? അതാ ഇതുപോലെ തമാശയൊക്കെ പറയും? തമാശ പറയും, പിന്നെ വഴക്ക് കൂടും. നിന്റെ അടുത്തല്ല ചോദിച്ചത്, ഞാൻ ഇവിടെ സീരിയസ്. മക്കളുടെ അടുത്ത് സീരിയസ് ആണ്? അന്ന് സജി എന്നാ സീരിയസ് ആണ്. എന്നാലും ഒരു ഗൃഹനാഥന്റെ ആ ഒരു സീരിയസ്നെസ്. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത പറയട്ടെ. 19 വർഷമായി കല്യാണം കഴിച്ചുകൂടി ആദ്യമായിട്ടാണ് ഇവളൊരു ഇന്റർവ്യൂവിന് മോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രെയിം ടു ഫ്രെയിമിലൂടെ സജിയുടെ ഫാമിലി മോനെ മാത്രം മിസ്സായി. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽ, കോമഡി പരിപാടി, അത് ഇത് ചപ്പ് ചവറും ഒരുപാട് ചാനൽ അത് ആദ്യമായിട്ട് ഫ്രെയിമിൽ വരുന്നത് സീന മോളും. ശരി. ഈ പേര് സത്യം പറഞ്ഞ ഈ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ പറയും എത്ര പ്രാവശ്യം ഭഗവാന്റെ നാമം ജപിക്കുന്നു അത്രയും നമുക്ക് പുണ്യം കിട്ടുമെന്ന്. പക്ഷെ നിനക്ക് പുണ്യം കിട്ടുമോ ഇല്ലെന്ന് സീനയുടെ ആളും ആ ഭാഗ്യം വെച്ച. കാരണം നീ ലൈഫിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പേര് അല്ലേ? അതെല്ലാവർക്കും അറിയാം, നമ്മളെ കൂടെയുള്ള സജിയുടെ ഫ്രണ്ട്സിലെല്ലാവരും. ഇപ്പൊ ഈ അടുത്ത പ്രാവശ്യം ഈ നമ്മള് എവിടെയോ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് മിമിക്രിക്കാരെല്ലാം കൂടെ കൂടിയപ്പോ വെള്ളി ബിനുവാണെന്ന് എനിക്കറിയില്ല, അത് നോബിയാണോ സജിമുന്റെ സീന എന്നൊക്കെ ഇനി എന്തൊക്കെയാണ് പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മോളെ പഠിപ്പിക്കണം, നമ്മുടെ പൈസ കണ്ടെത്തണം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. പണ്ടുള്ളവർ പറയും സ്നേഹമാണ് അവർക്ക് പൈസ. പിന്നെ ഇപ്പൊ നേരെ തിരിയാ, പൈസ ഉണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആൾക്കാരുള്ളൂ. ഞാൻ ഉദാഹരണം പറയട്ടെ, വിഷമം തോന്നുന്നുണ്ട്. നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് വെച്ചോ, പൈസ ഇല്ലെന്ന് വെച്ചോ, ഇനി ഒന്നുമില്ല. ബട്ട് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ അറിഞ്ഞെടുത്ത ആൾക്കാർ നിന്നെ സ്നേഹിക്കും. എപ്പോഴും രണ്ടുപേര് കാണും അല്ലേ? നിനക്കൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുന്നത്. നീ വീട്ടിലെ ചക്ക പറിച്ച് സ്കാൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പൈസയാണ് വരുന്നത്. പൈസ ദൈവം തന്നെയാണ് കളിയാ, ഇല്ലെന്ന് ഒരിക്കലും പറയാം. ദൈവം തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് കാരണം നമുക്ക് ഒരു ജന്മേ ഉള്ളൂ, രണ്ടാമത് പുല്ല് ജന്മമില്ല. നമ്മൾ ഏതൊരു ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പില്ല. ജീവിച്ചിരിക്കുന്നതിനെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഞാൻ ഹാപ്പിയാണ്. എത്ര വർഷം വരെ ജീവിക്കണം? അങ്ങനെയൊന്നുമില്ല. അല്ല, എത്ര വർഷം വരെ ജീവിക്കണം? ഒരു ആഗ്രഹം വെച്ച് അങ്ങനെയൊന്നുമില്ല. ഒരു 75? അങ്ങനെയൊന്നുമില്ല. 70? അല്ല, 100 വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേറെ വലിയ ബാധ്യതയൊന്നുമില്ല. എന്നാലും ഞാൻ ടെൻഷൻ അടിക്കുകയില്ല. എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഇസാബ്, മുത്തൂറ്റ്, ഡോറാബുജി, എല്ലാൻ്റെ, മാമൻ്റെ ആൻറ്റി, കള്ളിക്കട്ടത്തെ കുഞ്ഞമ്മയുടെ എല്ലാ പുല്ലും ഉണ്ട്. പക്ഷേ ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടായിരുന്നാലേ ജീവിതം ജോലിക്ക് പോകും. മറ്റേ എല്ലാ പൈസ കൊണ്ടുപോകണം. വേറെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് ചോദിക്കും, സജി നമുക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് സജിയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, സജി അടുത്ത ജന്മത്തിൽ സീനയെ തന്നെ നിനക്ക് ഭാര്യയായിട്ട് വേണോ? നീ ചിരിക്കാനല്ല, എടാ ഇതാണ് ഞാൻ പറയില്ലേ, നിന്റെ ക്യാമറയുടെ മുമ്പിൽ നീ സത്യം ദൈവം ചോദിക്കും ഈ വരം നിനക്ക്. അപ്പൊ ആര് വേണമെങ്കിലും നിനക്ക് ഭാര്യയായിട്ട്, അതായത് ചലച്ചിത്ര നടി അടുത്ത ജന്മത്തിൽ നിനക്ക് ഈ ജന്മത്തിൽ ഇഷ്ടപ്പെട്ട അല്ലല്ല വേറെ ആരാണ് ഓപ്ഷൻ ഉണ്ട്. മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യ തുടങ്ങി ഈ ജന്മത്ത് നീ ആരാധിച്ച നടികള്, അത് ഒരു ഓപ്ഷൻ. നേരെ ഇപ്പുറത്ത് സീന. അല്ല സീന, ഇത് കേട്ടോളാം, ഇത് പോണ വഴിക്ക് സംസാരിക്കാനുള്ള നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണ്ടേ? ഓക്കെ, പ്രത്യക്ഷപ്പെട്ടു, സജിപ്പയാണ്, നിനക്ക് ഞാനൊരു വരം തരും. 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത ജന്മത്തിൽ ആരായിരിക്കണം നിന്റെ ഭാര്യ? ഒന്നാമത്തെ ഓപ്ഷൻ സീന. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരാളല്ല, ഈ
ഇപ്പൊ നീ ജീവിച്ചിരിക്കുമ്പോൾ നീ കണ്ട് ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് സുന്ദരിമാരുണ്ടല്ലോ, അവരൊരു ഭാഗത്ത്, ഇപ്പുറത്തെ വശത്ത് സീന മാത്രം. സീന ഇരുത്തിക്കൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്. പറയൂ. പറയട്ടെ, ഇത് ഏറ്റവും ഒരു ആഗ്രഹം അടുത്ത ജന്മത്തിൽ എനിക്ക് വെൺകുള സജീവമാണ്. ഒരുമിച്ച് പരിപാടി കളിച്ചിട്ടുണ്ട്. വെൺകുള സജീവം സജി, ഇത് കാണുമ്പോൾ നിനക്ക് അഭിമാനിക്കാം. കാരണം നിന്റെ സ്ത്രീ വേഷത്തെ പോലും ഇഷ്ടപ്പെട്ട. ഞാൻ ചുമ്മാ പറയാട്ടോ, കോമഡിക്ക് പറഞ്ഞു, മനസ്സിലായില്ലേ? നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞാണ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചെയ്യും. ഈ ദൈവം അങ്ങ് പോയി, അടുത്ത ദൈവം വന്ന് ചോദിക്കുന്നു, സജി ഒരൊറ്റ വരം തരും, എന്തും ചോദിക്കാം. എന്തെന്ന് പറഞ്ഞാൽ എന്തും. സജി ചോദിക്കുന്ന ആ സംഭവം ഞാൻ തന്നിരിക്കും. അത് തരാൻ പറ്റില്ല എന്ന് ഒന്നും ഞാൻ പറയട്ടെ. സജി എന്ത് ചോദിച്ചാലും സജിക്ക് എന്ത് വരം വേണം? പിച്ചക്കാരനാക്കണം. എന്തിനാണ്? പിച്ചക്കാരനായി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവാൻ. അവൻ എവിടെ വേണം കിടക്കാം. അവൻ ആരും മറ്റൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇസാബില്ല, മുത്തൂറ്റില്ല, ഡോറാ വിജയുടെ ഒരു ലോണും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എവിടെ വേണം കിടക്കാം. എന്നാൽ ഇനി ഒരു ഇന്ന് വരെ കൊടവരുള്ള പിച്ചക്കാരനെ നീ കണ്ടിട്ടുണ്ട്? ഇന്ന് വരെ മുടി കഷ്ണിട്ടുള്ള പിച്ചക്കാരനെ കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും പിച്ചക്കാർ ഹോസ്പിറ്റലിൽ പോകണം നീ കണ്ടിട്ടുണ്ട്? അവൻ 3 മാസത്തിൽ കുളിക്കുള്ളൂ. അതുകൊണ്ട് അവൻ ഭയങ്കര മനസ്സിലായി, അവൻ ആരോഗ്യമാണ്. അവൻ അത് പോയിട്ട് നീ സജി എത്ര വർഷം കുളിക്കും വീട്ടില്? ഞാൻ കുളിക്കാൻ സീന അത് കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. ചിലപ്പോ കുളിക്കുന്നൊക്കെയാണ്. അല്ല, ഇനി ഒരു കാര്യം കിട്ടും. സാബു സർക്കം ഒരു ദിവസം എത്ര ആപ്പിൾ, എത്ര ഓറഞ്ച്, എത്ര മുന്തിരി കഴിക്കും ഒരു ദിവസം? എല്ലാ ദിവസം കഴിക്കും? ഇല്ല, ഇത് വല്ലപ്പോഴും കഴിക്കും. പിച്ചക്കാരൻ എല്ലാ ദിവസം കഴിക്കും. അപ്പം തെണ്ടാൻ പോകുമ്പോഴല്ലേ ചില ബേക്കറി കടയിൽ തിന്നു. അപ്പം കൊടുക്കുന്നു, പകുതി അടി ആപ്പിൾ എടുത്ത് കൊടുക്കുന്നു. അപ്പം കൊണ്ടുപോകും, എവിടെ കട്ട് ചെയ്ത് തിന്നും. ആരോഗ്യമാണ്. ഡെയിലി ആപ്പിൾ മുന്തിരി പിച്ചക്കാരനാണ്. അപ്പൊ പിച്ചക്കാരനാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ചെന്ന് ചോദിക്കാനും പറ്റില്ല അല്ലേ? പറ്റില്ല. അവർ 200 പാക്കറ്റ് അപ്പം എങ്ങനെ പോലും ചില്ലറ പൈസ അപ്പോൾ 500 കാണും. ഇന്ന് എൻ്റെ കയ്യിൽ പറയില്ല, എൻ്റെ 200 രൂപ ഉള്ളൂ ബസ്സിന് പോകാൻ, വേറെ പൈസയില്ല. അപ്പം അതാണ് പറഞ്ഞ പിച്ചക്കാരന് ജനിക്കണേ, പിച്ചക്കാരനായിട്ട് ജനിക്കണം. അപ്പൊ ഇതാണ് ദൈവത്തോട് ചോദിക്കുന്നത് വരം. അത് എന്താണെന്ന് അറിയാം. ഒന്നെങ്കിൽ ദൈവം നമ്മളൊരു മീഡിയം പണക്കാരനാണ്, അല്ലെങ്കിൽ കട്ട പിച്ചക്കാരനാണ്. അമ്മ തായെ തെൻ്റെയും ജീവിക്കുക നമ്മൾ ഇടയ്ക്കായി. അല്ല, ഞാൻ വേറെ സംഭവം പറയട്ടെ. ദൈവം ഇനി അഥവാ ദൈവം പ്രത്യക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തോട് ചോദിക്കണം, എന്താവശ്യപ്പെട്ടാലും തരുന്ന ഒരു മോതിരം തരാൻ പറയണം. ആ മോതിരത്തിൽ തൊട്ടിട്ട് എന്താവശ്യപ്പെട്ടാലും സജിക്ക് തരും. ഇസാഫുകാരൻ വന്ന് ഫ്രണ്ട് ചെയ്യാന്ന് വെച്ചു, മോതിരത്തിൽ പിടിച്ചിട്ട് ഇവന് കൊടുക്കാനുള്ള ഇന്നത്തെ അടവ് അപ്പൊ തരും. മനസ്സിലായോ? ആപ്പിള് അപ്പൊ തരും, ഓറഞ്ച്, മുന്തിരി. ആ ഒറ്റ മോതിരം പോരെ എന്തും അല്ലേ? ആരോ പറഞ്ഞ് ഈ ആമോദരം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം വരുമാനം ഇങ്ങനെ വരും. ഭയങ്കര ഇതുമാണ്. ഞാൻ അങ്ങനെ കാട്ടാക്കട ജൂവലറി പോയി 1800 കൊടുത്ത് വാങ്ങിച്ച് ഇട്ട് എൻ്റെ നാളെ ഔട്ടാണ്. അപ്പം നഷ്ടത്തിൽ പോലെ ചോദിച്ചാൽ കിട്ട് കുറച്ച് ദിവസം വരുമെന്ന് പറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അളിയ, ഗ്രാമീൺ ബാങ്കിൽ നിന്ന് EM അടയ്ക്കത്തിൽ 51,000 രൂപ. അതുവരെ വിളിയെടുത്ത് സ്റ്റേഷൻ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അല്ല, ഇത് സമരം മനസ്സിന്റെ ഒരു ആശ്വാസമാണ്, സൈക്കോളജി. അതെ അതെ. ഇപ്പൊ സ്ഥിരമായിട്ട് തുമ്മുന്ന ആൾക്കാരുണ്ടല്ലോ, തുമ്മിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരാള് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അയാൾ പറഞ്ഞു, ഇനി വരാൻ പറഞ്ഞു, 25 പൈസയുടെ തൊട്ടുണ്ടാവുന്ന ചോദിച്ചു, പഴയ കോയിൻ ഉണ്ടെന്ന് പറഞ്ഞു. പാക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇത് നിന്റെ കൈ പൊക്കാൻ പറയും. ഈ തുമ്മുന്ന ആളുടെ കൈ പൊക്കി, എന്നിട്ട് ഇത് കക്ഷത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് കൈ അടച്ച് അയാൾ പറഞ്ഞ്, ഇന്ന് വീട്ടിൽ പോകുന്നത് വരെ ഈ കോയിന് കക്ഷത്തിൽ തന്നെ ഇരിക്കണം, നീ തുമ്മൂല എന്ന് പറഞ്ഞു. അയാൾ വീട്ടിൽ പോകുന്നവരെ തുമ്മില്ല. സംഭവം അറിയോ? അല്ലല്ല, സൈക്കോളജി അവിടെ എവിടെയെന്നറിയോ? ഈ കഷ്ടത്തിരിക്കുന്ന 25 പൈസ തൊട്ട് തറയെ പോരുത്. നമ്മളെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ വരും. ഈ ശ്രദ്ധ ഇവിടെ വരുമ്പോൾ തുമ്മുന്ന കാര്യം നമ്മൾ. അപ്പൊ ഇത് മാജിക്, യഥാർത്ഥത്തിൽ ഈ മാജിക് ഇതുപോലെയാണ്. നമ്മളെ ഒരു സ്ഥലത്ത് നോക്കുകയും മറ്റേ സ്ഥലത്ത് അവർ മാജിക് നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്ന ഒരു മാജിക്കിന്റെ ഇടയിൽ ഒരുപാട് മാജിക്കുകൾ കാണിച്ച് ഇപ്പോഴും നല്ലൊരു കലാകാരനായി സമൂഹത്തിൽ ജീവിക്കുന്ന സജീപ്പയാരും ഭാര്യ, മകൻ മാത്രം വന്നില്ല. അപ്പൊ അവന് എല്ലാവിധ ഭാവങ്ങളും ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മോളും അതുപോലെ നന്നായിട്ട് പഠിച്ച് വലിയൊരു മോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു തലത്തിൽ എത്തിച്ചേരട്ടെ. സജി അറിയപ്പെടുന്ന പറഞ്ഞാൽ ഇപ്പൊ അറിയപ്പെടുന്നില്ലല്ലോ, ഞാൻ പറയാം, നീ മനസ്സിൽ എങ്ങനെ ആഗ്രഹിച്ചു ആ ലെവലിൽ എത്താൻ ജഗദീശ്വരൻ ആഗ്രഹിക്കട്ടെ. പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, സജി നിഷ്കളങ്കനായ ഒരു കലാകാരനാണ്, കളങ്കമില്ലാത്തൊരു മനുഷ്യനാണ്, സാധാരണക്കാരനായ ഒരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ കഷത്ത് കട്ടയെടുത്ത് വെച്ചിട്ട് എങ്ങനെ സജിയെ ഒരിക്കലും അങ്ങനെ ആരും പറയില്ല. നല്ലത് വരട്ടെ. മാത്രമല്ല
എന്നെ ഈ ഒത്തിരി പ്രാവശ്യം പ്രോഗ്രാമിൽ എന്നെ എൻ്റെ കുടുംബത്തെ ക്ഷണിച്ച എൻ്റെ മറ്റുള്ളവർക്ക് സാബു സർഗത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സീന, ശരി. ഫ്രെയിം ടു ഫ്രെയിമിൽ മറ്റൊരു താരവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.